പ്രത്യേകമായ ചില വാഗ്ദത്ത വചനങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പ്രായം തൊട്ട് 3 വയസ്സ് 3.5 വയസ്സാകുമ്പോഴേക്കും നമ്മൾ അവരെ LKGയിൽ കൊണ്ടുപോയി ചേർക്കാറുണ്ട്. അവരുടെ LKG കാലഘട്ടം തൊട്ട് അവരങ്ങനെ ഓരോ ക്ലാസ്സുകളിലോട്ട് കയറും തോറും അവരുടെ പഠനം ചില കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ പഠിക്കുവാനോ ചിലപ്പോൾ സാധിക്കാതെ വരും. അവരുടെ ജ്ഞാനം ചിലപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് അവർ ജ്ഞാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളരെ പ്രയാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദൈവിക വാഗ്ദത്ത വചനം ഞാനിവിടെ പറയുകയാണ്. മാതാപിതാക്കളായ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബ് 1:4 ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന യഹോവയോട് ചോദിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പം നമ്മുടെ മക്കൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നമ്മൾ അവരെ ഭത്സിക്കാതെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യാതെ താരതമ്യപ്പെടുത്താതെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്ക് അറിയാത്ത വിഷയങ്ങൾ നമ്മൾക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ ജ്ഞാനം അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദിയായിട്ടല്ല, അവരുടെ രീതിയിലോട്ട്. LKG പഠിക്കുന്ന ഒരു കുഞ്ഞിനോടാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ലെവലിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ദൈവരാജ്യം ഇവരെ പോലുള്ളവർക്കാണെന്ന്. അപ്പോൾ നമ്മളും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാകുവാൻ നമുക്ക് കഴിയുകയില്ല. യേശു തൻ്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തികളോടും അവരുടെ ആവശ്യം എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ ആവശ്യം അറിഞ്ഞ് അവരുടെ അവസ്ഥയറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായ വിടുതലും സൗഖ്യവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് അവരുടെ ആവശ്യങ്ങൾ യേശുവുമായി ഷെയർ ചെയ്യുവാനും യേശുവിൻ്റെ സന്നിധിയിൽ അവരുടെ ആവശ്യങ്ങൾ വെച്ച് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാനും നമ്മൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ, ബാല്യത്തിൽ തന്നെ അവരെ പഠിപ്പിക്കണം.